അതുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചും വഴക്കുണ്ടാക്കിയും തീർക്കരുത്. ഭാര്യയെ തല്ലുന്നത് ആണത്വമല്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇട്ട് തല്ലുന്നത് ആണത്വമല്ല, തന്റെ ഇടമല്ല. ഇന്നലെ 2 കൊടുത്തരാന്ന് പറയും കൂട്ടുകാരോട്. ഇന്നലെ അവളെ ഞാൻ ചേർത്തങ്ങിട്ട് നിർത്തി. എന്താ അന്തസ്സോടാ പറയണേ? പാവപ്പെട്ട ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാത്തതിന്റെ കാരണം പഠിക്കണം. പെണ്ണിനെ അറിയണം. പെണ്ണ് കിട്ടിയാ പോരാ, കൂടെ കടന്നാ പോരാ, ചെലവിന് കൊടുത്താ പോരാ. പെണ്ണ് ആരാണെന്ന് പഠിക്കണം. പെണ്ണിന് ചില സ്വഭാവമുണ്ട്. ആണുങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, പെണ്ണ് കെട്ടണ ഏത് ആണിന്റെയും ആഗ്രഹമാ, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. ഇല്ലേ? എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. നീ കയറി നിൽക്കും, ഒരു കാലത്ത് നിന്റെ പെണ്ണുപിള്ള കയറി നിൽക്കില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്ത് നമ്മൾ വരച്ചിട്ട് നമ്മൾ കയറി നിൽക്കണമല്ലാതെ ഒരാണിനും തന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം അത് പെണ്ണങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും ആയിഷ ബീവി ചൂടാവുമായിരുന്നു. മുത്തി നബിയോട് പോലും പ്രവാചകൻ കൊണ്ടുകൊടുത്ത കറിപ്പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിണങ്ങിയിട്ടുണ്ട്. എന്താ ചരിത്രം വായിക്കേണ്ടത്? ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ എത്രയുള്ളൂ ഭാര്യയും ഭർത്താവും? ഒരു ചരിത്രം അറിയോ? നബിയും ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ആയിഷ ബീബി നബി സല്ലല്ലാഹു ഈ ചങ്ങാതി ബക്കറ്റ് എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇത്തിരി കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. കാരണം ബക്കറ്റ് എടുത്ത ഓടുന്ന ഒരു കൗമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കല്ലേ. ആയിഷ ബീബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. അപ്പൊ മസ്ലഹത്തിന് ആരാ വന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാപ്പല്ലേ? ആയിഷ ബീബിയുടെ വാപ്പയുമാണ്, മുത്തി നബിയുടെ കൂട്ടുകാരനുമാണ്. അങ്ങനെ വീട്ടിനകത്ത് കയറി വന്നു. എന്താണ് വിഷയം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നീ പറ, ആദ്യം പ്രശ്നം എന്താന്ന് വെച്ചാ. മുൻഗണനയാ, ആദ്യം നീ പറ, എന്നിട്ട് ഞാൻ പറയാം. നമ്മൾ അങ്ങനല്ല, ഞാൻ പറയും നീ കേൾക്കണം. ഞാൻ പറയും നീ കേൾക്കണം. അല്ലേ? പെണ്ണിന്റെ വീട്ടുകാര് ആണിന്റെ വീട്ടുകാര് പറയണത് കേട്ടോണം. ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു, പറയാൻ പാടില്ലാത്തൊരു വാക്ക്. എന്തോ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹിച്ചില്ല, കൊടുത്ത് ആയിഷയുടെ മുഖത്ത്. അള്ളാഹുവിന്റെ പ്രവാചകന് എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് വാപ്പ മോളെ തല്ലി. ആയിഷ ബീവി റളിയല്ലാഹു തആല എനിക്ക് താങ്ങാൻ പറ്റിയില്ല, ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പ തല്ലി. കരയാൻ തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ആയിഷ ബീവി അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്നാ പറയണം, എന്തിനാ എന്റെ ഭാര്യയെ തല്ലിയേ? പെട്ടു. അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നപ്പോ എന്റെ ഭാര്യ എന്തിനാ തല്ലിയേ? എന്റെ പ്രിയപ്പെട്ടവര്, ഇത്രയേ ഉള്ളൂ. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം സർവ്വതും. ഇത് കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ എന്തോ തീരാനാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വിവാഹം കഴിച്ചപ്പോ എന്റെ ഭാര്യ സുമയ്യ, അവൾ എന്റെ കൂടെ ഹിജ്റ ചെയ്തു വന്നവളാ. എടാ, ഞാൻ എന്റെ ഭാര്യ, നമ്മൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോ അവളുടെ വാപ്പ പോയി, അവളുടെ ഉമ്മ, അവളുടെ കൂടപ്പറപ്പ്, അവളുടെ വീട്, അവളുടെ നാട്, അവളുടെ കൂട്ടുകാര്, അവരുടെ കുടുംബക്കാര്, ജനിച്ചു വളർന്ന നാട് ഉപേക്ഷിച്ചിട്ട് ഇന്നു മുതൽ പുതിയ വാപ്പ, പുതിയ ഉമ്മ, പുതിയ കൂടപ്പറപ്പ്, പുതിയ വീട്, പുതിയ നാട്, പുതിയ കുടുംബക്കാർ, സർവ്വതും വിട്ടറിഞ്ഞ് ഹിജ്റ ചെയ്ത് വന്നവളാ നമ്മുടെ ഭാര്യ. സർവ്വതും കളഞ്ഞിട്ട് അവളുടെ ഇന്നു മുതൽ നിന്റെ ഉപ്പ അവളുടെ ഉപ്പ, നിന്റെ ഉമ്മ അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്, നിന്റെ വീട് അവളുടെ വീട്, നിന്റെ നാട് അവളുടെ നാട്, നിന്റെ കുടുംബക്കാർ അവളുടെയും കുടുംബക്കാര്, സർവ്വതും ഉപേക്ഷിച്ച് ഹിജ്റ ചെയ്ത് നിന്റെ വീട്ടിൽ വന്നവളെ കണ്ണുനീര് കുടിപ്പിച്ച നീ നേരെയാകുമോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.